മടത്തുവിള മൂലയിൽ റോഡാണിത്, നമ്മളെ പൗടുക്കുളമായിട്ട് സംബന്ധിച്ചെടുത്ത്. ഇതെന്ന് വെച്ചാൽ ഈ ഇറക്കത്തെ എല്ലാം ചെളിക്കൊണ്ടായി വീട്ടുകാർക്ക് സഞ്ചരിക്കാൻ യോഗ്യമല്ലാതെ ബുദ്ധിമുട്ട്. മഴ സമയത്ത് ഭയങ്കര ചാലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത് വളരെയധികം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് തന്ന അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ മെമ്പറിന് തന്നെയാണ്. അത് തീർച്ചയായിട്ടും പറയാനുള്ളത്. വളരെയധികം നന്നായി. അങ്ങനെയൊക്കെ വന്നിരുന്ന നിരന്തരം വന്ന് പറഞ്ഞതിൻ്റെ പ്രയത്നിച്ച് എല്ലാവരും കുടുംബത്തിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാം നിരന്തരമായ അവരെല്ലാം വന്ന് പറഞ്ഞ് അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം നന്ദി. അതെ. മടത്തുവിളയിൽ നിന്ന് വന്ന് നേരെ ഇവിടെ വന്ന് മണ്ടാമ്പറമ്പ് സൂര്യനഗർ വരുന്നത്. ഈ റോഡുകളൊന്നും എപ്പോഴും വെള്ളക്കെട്ടായി കിടന്നാണ്. ഈ യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു മഴ മാനത്ത് കണ്ട ആളുകൾ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെ നന്നായിട്ട് നമുക്കത് കോൺക്രീറ്റ് ചെയ്ത് എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മൾ അവരുടെ ആൾക്കാർ തന്നെ അതിനെക്കുറിച്ച് പറയും എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത്. ഇത് റോഡ് അതിനുള്ള പരിഹാരം ഇപ്പോൾ പറ്റില്ല. ഈ സൈഡ് കെട്ടിയാലേ പറ്റുള്ളൂ. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഈ വഴി ഇത് വഴിയല്ലായിരുന്നു, ഇത് ഓട പോലെ കിടക്കുകയാണ്. ഈ മാറി മാറി വന്ന പല കൗൺസിലർമാരും വന്നിട്ടൊന്നും ഒരു ഇതുമില്ലായിരുന്നു. നമ്മുടെ ബഹുമാന്യനായ നാരായണന്റെ ശ്രമഫലമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വഴി അത് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് കിട്ടി. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. IT പുറത്തേക്ക് കയറുന്ന ഒരു ഇട റോഡാണ്. ഈ റോഡെന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് റോഡ് വെട്ടി നന്നായിട്ട് ഈ വൈ റോഡിനെ വെട്ടി കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നേരെ എളുപ്പത്തിൽ മലപ്പുറത്തുള്ളവർക്ക് IT പുറത്ത് കയറുവാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ റോഡാണ്. ഇതിന് വളരെയധികം പ്രയത്നിച്ചാണ് ഈ ഇത്രയും സ്ഥലം നമ്മൾ ഡോക്ടർ മുരളീസാറിൻ്റെ നിന്ന് കണ്ടെത്തി അവർ ഫ്രീ ആയിട്ട് വിട്ടു തന്നു. അതിനെല്ലാം റോഡിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് ഈ രണ്ട് സൈഡിലും മണകളാണ്. മണയുടെ മധ്യത്തിലൂടെ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ താമസിക്കുന്ന ഒരു 10-20 കുടുംബങ്ങൾ താമസിക്കും. ഈ കുടുംബങ്ങൾക്ക് പോകാൻ ഒരു നിവർത്തിയില്ല. ഒരു മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളപ്പൊക്കം. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിനാണ് ഈ മണ നമ്മൾ അത്രയും മണ്ണടിച്ച് പൊട്ടി നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് അപ്പുറം പോകാതെ ജനങ്ങൾക്ക് ഗതാഗതം. ഇവിടെ തന്നെ നമുക്ക് അറിയാം പഞ്ചായത്ത്